ഹായ് എവ്രിവൺ, എല്ലാവർക്കും മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സെറോട്ടോണിൻ ഒരു ഹാപ്പി ഹോർമോണാണ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമ്മുടെ ശരീരത്തിൽ ന്യൂറോൺസ് അഥവാ നെർവ് സെൽസ് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ആണ് സെറോട്ടോണിൻ. ആ സെറോട്ടോണിൻ ആണ് ന്യൂറോണുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുവാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ സെറോട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലോ മൂഡ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരാം. അപ്പോൾ അതുകൂടാതെ ഉറക്കത്തിനെയും സെറോട്ടോണിൻ സ്വാധീനിക്കുന്നു. സെറോട്ടോണിൻ മാത്രമല്ല, ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററും നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ സെറോട്ടോണിൻ കുറഞ്ഞു പോയാൽ ഉറക്കക്കുറവ് അനുഭവപ്പെടും, ഡിപ്രഷൻ വരാം, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാം. കാരണം എന്താണ്? സെറോട്ടോണിൻ നമ്മുടെ മാനസിക ആരോഗ്യത്തെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, നമ്മുടെ വയറിൻ്റെ ഗട്ട്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് അഥവാ ഗട്ടിൻ്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. വളരെയധികം സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബ്രെയിനിലല്ല, വെറും 2% മാത്രമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബാക്കി 95 മുതൽ 98% വരെയും സെറോട്ടോണിൻ ഉണ്ടാക്കപ്പെടുന്നത് നമ്മുടെ വയറ്റിനുള്ളിലെ ക്രോമോഫിൻ സെൽസിലാണ്. അഥവാ അതൊരു നെർവ്സ് പ്ലെക്സസ് ആണ്, അതിൻ്റെ ഉള്ളിലാണ്, വയറ്റിലാണ് സെറോട്ടോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്നും കൂടെ വിളിക്കുന്നത്. അപ്പോൾ സെറോട്ടോണിൻ നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. സെറോട്ടോണിൻ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. കുറഞ്ഞു പോയാൽ സെറോട്ടോണിൻ ഒരു നോർമൽ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ സെറോട്ടോണിൻ കുറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ജനിതക കാരണമാണ്, മറ്റൊന്ന് എൻവയൺമെൻറ്റൽ ഫാക്ടർ, മറ്റൊന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ സെറോട്ടോണിൻ കുറയാം. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ സെറോട്ടോണിൻ കുറയാൻ, അതുപോലെ തന്നെ സെറോട്ടോണിൻ നമ്മൾ എക്സസ്സായി മെഡിസിൻ എന്ന നിലയ്ക്ക് എടുക്കുകയാണെങ്കിലും അത് കൂടിയാലും പ്രശ്നമാണ്. സെറോട്ടോണിൻ സിൻഡ്രോമിലേക്ക് നയിക്കും അത്. അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നതിന് മുൻപേ ഞാൻ സെറോട്ടോണിൻ്റെ മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പറയാം. സെറോട്ടോണിൻ പ്രധാനമായും നമ്മുടെ ഹാപ്പി മൂഡിനാണ് സഹായിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരവസ്ഥ ശരീരത്തിൽ നിലനിർത്തുന്നത് സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ കുറേ കാലമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സെറോട്ടോണിനാണ് അവിടെ കൂടുന്നത്. അപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റ്, ഒരു സന്തോഷം നമുക്ക് തരുന്നത് സെറോട്ടോണിനാണ്. ഡോപ്പമൈൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സന്തോഷമാണ് തരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ടാസ്ക് ചെയ്ത് നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ റിവാർഡ് കിട്ടുമ്പോൾ ഡോപ്പമൈനാണ് കൂടുന്നത്. ഷോർട്ട് ആക്ടിംഗ് ആണ് ഡോപ്പമൈൻ, ആ ഒരു സന്തോഷം. പക്ഷേ ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള നമ്മളൊരു കോൺസ്റ്റൻ്റ്ലി നമ്മളെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശരിക്കും സെറോട്ടോണിൻ തന്നെയാണ്. സെറോട്ടോണിൻ കുറഞ്ഞു പോയാലും അതേ അവസ്ഥയാണ്. അത് പെട്ടെന്ന് നമുക്കൊരു റിക്കവറി പോസിബിൾ അല്ല. ഗ്രാജ്വലി മാത്രം സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂടി വരികയുള്ളൂ. കാരണം അത് ലോ ആയി കഴിഞ്ഞാൽ ഡിപ്രഷനിൽ പോകും. അതിനൊരു റിക്കവറി നമുക്ക് വളരെ സ്ലോ ആയിട്ട് മാത്രമേ പോസിബിൾ ആവുന്നതുള്ളൂ, നമ്മൾ സെറോട്ടോണിൻ പുറത്തുനിന്ന് എടുത്തിട്ടില്ലെങ്കിൽ. അതുപോലെ സെറോട്ടോണിൻ ഒരു നല്ല ഡിപ്രഷനുള്ള പേഷ്യൻസിലെ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട്, ജീവിത പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു സ്റ്റിമുലൈ കൊണ്ട്, എൻവയൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന സ്റ്റിമുലൈ കൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവണം. എല്ലാവർക്കും കുറേശ്ശെ സാഡ്നെസ്, ഡിപ്രഷൻ, റിജക്ഷൻ ഒക്കെ വരാം. അപ്പോൾ അതിനൊന്നും നമ്മൾ സെറോട്ടോണിൻ മെഡിക്കേഷൻ രൂപത്തിലെടുക്കണ്ട. നമ്മളുടെ ശരിയായ ജീവിത രീതിയിലൂടെ നമുക്ക് അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാം. ഞാനിത് ഈ ഒരു തലത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. കാരണം സെറോട്ടോണിൻ നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിനെയും സ്വാധീനിക്കും. കാരണം ഗട്ടിൽ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട്, നമ്മുടെ വയറ്റിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ട് ഗട്ട് മോട്ടിലിറ്റി, അതായത് നമ്മുടെ വയറ്റിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഗട്ടിൻ്റെ മോഷൻ ഉള്ളത് കൊണ്ട് ഡൈജഷൻ നടക്കുന്നത്, ആ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്നതും സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ കുറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഗട്ട് മോട്ടിലിറ്റി കുറയും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരും, നല്ല പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ തലത്തിലുള്ള ആരോഗ്യത്തെയും അതുപോലെ മെൻ്റൽ തലത്തിലുള്ള ആരോഗ്യത്തെയും സ്വാധീനിക്കുന്ന ഒന്നാണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ ഡിപ്രഷൻ ഉണ്ടാക്കും, കുറഞ്ഞു കഴിഞ്ഞിരിക്കണം, ആങ്സൈറ്റി ഉണ്ടാക്കും, ഉറക്കമില്ലായ്മ ഉണ്ടാക്കും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു ചിട്ടയായ ജീവിത രീതി സെറോട്ടോണിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. സ്ട്രെസ്സ് കാരണം നമുക്ക് സെറോട്ടോണിൻ കുറയാം. അതാണ് ഇത് ജീവിതം എങ്ങനെ ക്രമീകരിക്കണമെന്ന് പറയാനുള്ള പ്രധാന കാരണം. സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം നോക്കാം. സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സസൈസ്, മറ്റു ജീവിതശൈലി
മാറ്റങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, അതുപോലെ തന്നെ നോൺ വെജ് സോഴ്സസിലുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമുക്ക് സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ എക്സസൈസ് ചെയ്യുന്നതും സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ മെഡിറ്റേഷനും സെറോട്ടോണിൻ്റെ പ്രവർത്തനത്തിൽ വളരെ കാര്യമായ പങ്കുണ്ട്. ഡോപ്പമൈനും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതും നമ്മുടെ ശരീരത്തിൽ കൂട്ടിയെടുക്കാൻ എക്സസൈസും മെഡിറ്റേഷനും കൃത്യമായ ഉറക്കവും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിട്ടയായ ജീവിതശൈലി നമ്മൾ അനുവർത്തിച്ചു വരിക. അതുപോലെ തന്നെ നല്ല ഭക്ഷണ രീതി, ലെഗൂംസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പയറുവർഗ്ഗങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ് ആൻഡ് സീഡ്സ്, ഇതെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. ഇത് കൂടാതെ സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം കൊള്ളുന്നത്, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സൂര്യപ്രകാശം കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സെറോട്ടോണിൻ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. സെറോട്ടോണിൻ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്, അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടിയെടുക്കുവാനുള്ള ഒരു പ്രധാന കാര്യം ഇത്തിരി നേരം വെയിൽ കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും നല്ലത് മോർണിംഗ് നമ്മൾ വെയിൽ കൊള്ളുന്നത് തന്നെയാണ്. ഒരു 10-11 മണിക്ക് വെയിൽ കൊള്ളുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് കൂട്ടത്തിൽ സെറോട്ടോണിൻ കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫേസ് വല്ലാതെ വെയിൽ കൊള്ളിക്കരുത്. ഫേസ് കവർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം സ്കിൻ വളരെ സെൻസിറ്റീവാണ്, ഫേഷ്യൽ സ്കിൻ. അപ്പോൾ അത് ഈ പ്രിമച്ചുർ ഏജിങ്, അൾട്രാവയലറ്റ് റേസ് കാരണം ഫ്രീ റാഡിക്കൽ ഇൻഡ്യൂസ്ഡ് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വെയിൽ കൊള്ളിക്കുക. അപ്പോൾ നമ്മൾക്ക് സെറോട്ടോണിൻ കിട്ടുവാൻ അത് വളരെ നല്ലൊരു, നമ്മുടെ ശരീരത്തിൽ ആ ലെവൽ കൂട്ടിയെടുക്കുവാൻ വളരെയധികം നല്ലൊരു രീതിയാണ് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത്. 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അടുത്തത് സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. അത് ട്രിപ്റ്റോഫാൻ ഒരു അമിനോ ആസിഡാണ്. നമ്മൾ പ്രോട്ടീൻ എന്ന് കേട്ടില്ലേ, പ്രോട്ടീൻ്റെ ഒരു സ്മോളർ യൂണിറ്റാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ഒറ്റവിധ ഭക്ഷണങ്ങൾ, നോൺ വെജ് സോഴ്സസിലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഇവയൊക്കെ ലെഗൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഇവയിലെല്ലാം ധാരാളമായിട്ട് ട്രിപ്റ്റോഫാൻ ഉണ്ട്. കൂടുതൽ സെറോട്ടോണിനെ കുറിച്ചും ഡോപ്പമൈനെ കുറിച്ചും അറിയുവാൻ എൻ്റെ വെബ്സൈറ്റായ indieheritage.com സന്ദർശിക്കുക. അതിൽ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. മെഡിപ്രിസിഷൻ ഹെൽത്ത് ബ്ലോഗ്സിലാണ് സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, indieheritage.com വിസിറ്റ് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് മെഡിപ്രിസിഷൻ.